ഏവർക്കും ഹാജാസ് ട്യൂഷൻസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഓർഗാനിക് കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ക്ലാസ് ആണ്. അതായത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പാർട്ടാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുട്ടികളെ, നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഹാജാസ് ട്യൂഷൻസിലെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങൾ മറ്റ് സോഷ്യൽ മീഡിയകളിൽ കാണപ്പെടുന്ന, യൂട്യൂബിൽ കാണപ്പെടുന്ന ക്ലാസ്സുകളിൽ നിന്നും ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളിൽ ആ അധ്യാപകർക്ക് ആ സബ്ജക്റ്റ് പഠിച്ചവരായതുകൊണ്ടാണ്. രണ്ട് കാരണങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. രണ്ട്, എക്സ്പെർട്ടുകളാണ്, എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സുകളാണ്. ആ സബ്ജക്റ്റിൽ നല്ല നോളജ് ഉള്ളവരാണ്. അങ്ങനെയുള്ളവരെ മാത്രം ആണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ഈ ഓരോ ക്ലാസ്സുകളും ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അടുത്ത് നമുക്ക് പറഞ്ഞിട്ടുള്ളത്, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് ഈതേഴ്സ്. താഴെ കൊടുത്തിരിക്കുന്ന ഈതറുകളുടെ IUPAC നെയിം എഴുതുക. എന്താണ് ഈതർ എന്നാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈതർ? ശ്രദ്ധിക്കൂ. ഈതർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം കേട്ടു. OH ഫങ്ഷണൽ ഗ്രൂപ്പായി വന്നാൽ അത് ആൽക്കഹോൾ ആയിരിക്കും. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ OH ഫങ്ഷണൽ ഗ്രൂപ്പായി വന്നാൽ അത് ആൽക്കഹോൾ ആണ്. COOH ഫങ്ഷണൽ ഗ്രൂപ്പായി വന്നാൽ അത് കാർബോക്സിലിക് ആസിഡ് ആണ്. CHO ഫങ്ഷണൽ ഗ്രൂപ്പായി വന്നാൽ ആൽഡിഹൈഡ് ആണ്. CO ഫങ്ഷണൽ ഗ്രൂപ്പായി വന്നാൽ അത് കീറ്റോണുകളാണ്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഇത്തരത്തിൽ നമ്മൾ ആരെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള OH, COOH, CO, CHO പോലെയുള്ള ഗ്രൂപ്പുകളെ കണ്ടാൽ അവരെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുക. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്, ഒരു ഓർഗാനിക് സംയുക്തത്തിൽ, ഒരു ഹൈഡ്രോ കാർബണിൽ O എന്ന് പറയുന്ന ഒന്ന് ഫങ്ഷണൽ ഗ്രൂപ്പായി വന്നു എന്നിരിക്കട്ടെ. O ഫങ്ഷണൽ ഗ്രൂപ്പായി വന്നാൽ അത്തരം കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈതറുകൾ. ഈതറുകളുടെ പേരെഴുതുമ്പോഴും, ഈതറുകളെ നിർമ്മിക്കുമ്പോഴും, ഈതറുകളുടെ സ്ട്രക്ചർ എഴുതുമ്പോഴും ഒക്കെ ഒരു 10ാം ക്ലാസ്സിലെ കുട്ടി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആദ്യത്തെ ക്ലാസ്സൊക്കെ കണ്ടുവരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്രത്തോളം കെമിസ്ട്രിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും അവർക്ക് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് 2 കാർബൺ ആറ്റമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെയാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേര് എഴുതുക. CH3, ഒരു വര CH3. ഇവിടെ ഒരു വരയും കൂടി ഉണ്ട്. അതൊരു ബോണ്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ബോണ്ട് മാറ്റിയിട്ടാണ് അവിടെ നമ്മൾ ഈ OA എഴുതേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാകും? CH3, ഒരു വര OCH3. കണ്ടോ? ഇതിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല, ഇതിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ കോമ്പൗണ്ടിന്റെ പേര്, ഇതൊരു ഈതർ ആണ്. കാരണം O ഫങ്ഷണൽ ഗ്രൂപ്പായി വന്നിട്ടുണ്ട്. O ഫങ്ഷണൽ ഗ്രൂപ്പായി വന്നാൽ അത് ഈതർ ആയിരിക്കും. O ഫങ്ഷണൽ ഗ്രൂപ്പായി വന്നാൽ അത് ഈതർ ആയിരിക്കും. O ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലാതെ, ഇവിടെ ഇതിൽ O ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല, അതുകൊണ്ട് അതൊരു ഹൈഡ്രോ കാർബൺ ആണ്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ O ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. O ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈതർ, ഇല്ലെങ്കിൽ അതൊരു ഒരു ഫങ്ഷണൽ ഗ്രൂപ്പും ഇല്ല, അതൊരു ഹൈഡ്രോ കാർബൺ ആണ്. ഇത് ഒരു ഈതർ ആണ്. ഈതറുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, എന്നിട്ട് അതിന്റെ പേര് കൊടുക്കുന്ന രീതി നോക്കാം. ഒരു 3 കാർബൺ ആയിട്ടുള്ള കോമ്പൗണ്ട് എഴുതാൻ പറഞ്ഞാൽ മക്കളെ നിങ്ങൾ എങ്ങനെ എഴുതും? CH3 അല്ലെ? എങ്ങനെ എഴുതുക? CH3, CH2, CH3. ഇതിനിടയിലെല്ലാം നമ്മൾ എന്തു ചെയ്യും? ഓരോ വര കൊടുക്കും അല്ലെ? ഇതാണ് 3 കാർബൺ ആറ്റമുള്ള ഒരു ഹൈഡ്രോ കാർബൺ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതും. ഇതിനെ ഈതറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ, ഈ 2 പ്ലേസുകളിൽ എവിടെയെങ്കിലും ഒരിടത്ത് O കൊടുക്കണം. സാധാരണ നമ്മൾ OH എന്ന് പറയുന്ന ആൽക്കഹോളിന്റെ ഗ്രൂപ്പാണല്ലോ OH കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ഹാലജനുകൾ കൊടുക്കുമ്പോഴോ ഹൈഡ്രജനെ മാറ്റിയിട്ടാണ്, കാർബണിന്റെ കൂടെയുള്ള ഹൈഡ്രജനെ മാറ്റിയിട്ടാണ് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് കൊടുക്കുന്നത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അതായത് ഇവിടെ ഈ വര കണ്ടോ? ഈ വരയുടെ അതായത് CH3, ഒരു വര O, CH2, കണ്ടോ? CH3. ഇങ്ങനെയാണ് ഈ കോമ്പൗണ്ട് എഴുതുക. CH3, O, CH2, CH3. ഇനി നിങ്ങളോട് ഞാൻ പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ഒരു കോമ്പൗണ്ട് നമുക്ക് എഴുതാം. ഇവിടെ
ഒരു 4 കാർബൺ ആറ്റം CH3, ഒരു വര, CH2, ഇവിടെ ഒരു O, ഇവിടെ ഒരു CH2, ഇവിടെ ഒരു CH3. കണ്ടോ? ഇതിനകത്ത് 4 കാർബൺ ആറ്റങ്ങളുണ്ട്. ഇതൊരു ഈതറാണ്. ഈതറാണെന്ന് പറയാൻ കാരണം ഇവിടെ O എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഈതറാണ്. അപ്പോൾ O എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് എപ്പോഴും കാർബൺ ചെയിനിൻ്റെ ഇടയിൽ വരും. കാർബൺ ചെയിനിൻ്റെ ഇടയിൽ വരുമ്പോൾ ഒരിക്കലും നമുക്ക് അവിടെ ഹൈഡ്രജനെ ഒന്നും മാറ്റണ്ട. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽക്കഹോളിൻ്റെയൊക്കെ പേര് എഴുതുമ്പോൾ ഹൈഡ്രജനെ മാറ്റിയിട്ടാണ് നമ്മളിവിടെ OH ആൽക്കഹോളിൻ്റെ ഗ്രൂപ്പ് കൊണ്ട് വെച്ചത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ഹൈഡ്രജനെ മാറ്റണ്ട. ക്ലിയർ ആണോ? ഇനി ഇതിൻ്റെയൊക്കെ പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. O എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ വലത്തോട്ട് കാർബണിനെ എണ്ണണം 1. അങ്ങോട്ട് ഇനി കാർബൺ ആറ്റം ഒന്നും ഇല്ല. ഇനി Oയുടെ ഇടത്തോട്ടും കാർബൺ ആറ്റത്തിനെ എണ്ണുമ്പോൾ 2 എണ്ണരുത്. ഇടത്തോട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള എണ്ണലുകൾ ഇവിടെ നിന്ന് നടത്താൻ കഴിയുന്നില്ല. Oയുടെ വലത്തോട്ട് 1, അങ്ങോട്ട് 1, Oയുടെ ഇങ്ങോട്ടും 1 കാർബണേ ഉള്ളൂ. അപ്പോൾ Oയുടെ വലത്തോട്ടൊരു മീഥൈലുണ്ട്, മെത്തുണ്ട്, ഇവിടെ ഒരു മെത്തുണ്ട്. 1 കാർബൺ വന്നാൽ മെത്തെന്നാണ്. ഇനി ഇതിൻ്റെ ഈ കോമ്പൗണ്ടിൻ്റെ പേര് പറയുമ്പോൾ ഈ മെത്ത് രണ്ടിടത്തും ലെഫ്റ്റിലും, Oയുടെ ലെഫ്റ്റിലും Oയുടെ റൈറ്റിലും ഒരേപോലെ എണ്ണം കാർബൺ ആറ്റമാണ് ഉള്ളത്. അതുകൊണ്ട് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മെത്ത്, മീതോക്സി. അപ്പോൾ ഇത് മെത്ത്, ഇത് ഓക്സിജൻ. അപ്പോൾ മീതോക്സി, ഇത് മെത്ത്, മീതേൻ. എങ്ങനെയാ പേര് കൊടുത്തത്? ഓക്സിജന്റെ ലെഫ്റ്റിൽ ഒരു കാർബൺ, അപ്പം മെത്ത്, ഓക്സിജൻ ഉണ്ട്, ഓക്സി, അടുത്ത് വീണ്ടും ഒരു കാർബൺ, മെത്ത്, എല്ലായിടത്തും സിംഗിൾ ബോണ്ട്, ഏൻ. അപ്പോൾ മീതോക്സി, മീതേൻ. ഈ കോമ്പൗണ്ടിന്റെ പേര് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? Oയുടെ ലെഫ്റ്റിൽ ഒരു കാർബൺ ആറ്റം, Oയുടെ റൈറ്റിൽ 2 കാർബൺ ആറ്റം. അപ്പോൾ പേരെങ്ങനെയാണ് കൊടുക്കേണ്ടത്? ആദ്യം ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ടല്ലേ, അവിടെ എത്താണല്ലേ, ഇവിടെ 1 കാർബൺ ആറ്റമേ ഉള്ളൂ. അപ്പം കുറഞ്ഞ കാർബൺ ആറ്റത്തിൻ്റെ പേരിൽ നിന്ന് തുടങ്ങുക. അപ്പം മെത്ത്, ഓക്സിയും കൂടെ ആകുമ്പോൾ മീതോക്സി. ഇവിടെ 2 കാർബൺ ആറ്റമുണ്ട്, ഈതേൻ. മീതോക്സി, ഈതേൻ. ഈ കോമ്പൗണ്ടിന്റെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, Oയുടെ വലത്തോട്ട് 2 കാർബൺ ആറ്റമുണ്ട്, Oയുടെ ഇടത്തോട്ടും 2 കാർബൺ ആറ്റമുണ്ട്. വലത്തോട്ടുള്ളത് 2 കാർബൺ ആറ്റം, എത്ത്. ഇവിടെ ഓക്സിജൻ ഉണ്ട്, ഓക്സി, ഈതോക്സി. ലെഫ്റ്റിലും 2 ഉണ്ട്, എത്ത്, സിംഗിൾ ബോണ്ട്, ഏൻ. ഈതോക്സി, ഈതേൻ. ഈതറുകളുടെ പേരുകൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് ഈ ഈതർ കഴിഞ്ഞിട്ടുള്ള കാർബോക്സിലിക് ആസിഡുകളിലേക്ക് പോകാം. ശ്രദ്ധിക്കണം മക്കളെ, ഇങ്ങനെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, COOH. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്ന് പഠിപ്പിച്ചപ്പോൾ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈഡ്രജന് പകരം ഒരു ഹൈഡ്രോ കാർബണിൽ ഹൈഡ്രജന് പകരമായി വരുന്ന ആറ്റങ്ങളുടെ ഗ്രൂപ്പുകളെയോ വിളിക്കുന്ന പേരാണ് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്. അത്തരത്തിലൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൻ്റെ പേര് കാർബോക്സിലിക് ഗ്രൂപ്പ് എന്നാണ്. ഈ ഗ്രൂപ്പിൻ്റെ പേര് കാർബോക്സിലിക് ഗ്രൂപ്പ് എന്നാണ്. ഇപ്പോൾ ഞാൻ ഒരു 2 കാർബൺ ആറ്റമുള്ള ഒരു കാർബൺ ആറ്റമുള്ള ഒരു കോമ്പൗണ്ട് എഴുതുന്നു, CH4. ഈ CH4ൽ നമുക്കറിയാം ഇവിടെ ഒരു COOHനെ ഫങ്ഷണൽ ഗ്രൂപ്പായി കൊടുത്താൽ ഈ കാർബണിൻ്റെ ചുറ്റുമുള്ള കൈകളുടെ എണ്ണം ഇപ്പം 4 ഹൈഡ്രജൻ കൊണ്ട് ഫില്ലാണ്. ഇതും കൂടെ ചേർക്കുമ്പോൾ 5 വാലൻസി ആവും. അപ്പോൾ അതൊരിക്കലും പോസിബിൾ അല്ല. കാർബണിൻ്റെ ചുറ്റും 4 വരകളെ വരാൻ പാടുള്ളൂ. ഇപ്പം 5 ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ COOH എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഇവിടെ അറ്റാച്ച് ചെയ്യിക്കുമ്പോൾ അത് CH4 എന്നുള്ളത് CH3 എന്നാക്കണം. എന്നിട്ട് COOH കണ്ടോ, ഇങ്ങനെ ആക്കണം. അപ്പോൾ CH3 COOH എന്ന് പറയുന്നത് ഒരു കാർബോക്സിലിക് ആസിഡ് ആണ് എന്ന് വ്യക്തം. ഈ കാർബോക്സിലിക് ആസിഡിൻ്റെ ശ്രദ്ധിക്കണം, ഈ കാർബോക്സിലിക് ആസിഡിൻ്റെ പേര് കൊടുക്കണം. അത് നമുക്ക് പിന്നീട് ഒരുമിച്ച് കൊടുക്കാം. ശ്രദ്ധിക്കണം, ഒരു കാർബോക്സിലിക് ആസിഡ് എങ്ങനെ എഴുതുമെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഇത് 1 കാർബൺ. അപ്പോൾ ഇവിടെ 5 കണ്ടോ, ഇവിടെ 5 ആയി. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനെ കുറച്ചിട്ട് അവിടെ 3 ആക്കിയാലേ ശരിയാവുള്ളൂ. കാർബണിൻ്റെ ചുറ്റും 4 വരകളെ പാടുള്ളൂ. ഈ 4 വരയിൽ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ COOH. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ക്ലിയർ ആണോ? അപ്പോൾ CH4ൻ്റെ കൂടെ COOH കൂടെ കൊടുക്കുമ്പോൾ ആ 4ൽ നിന്ന് ഒരു ഹൈഡ്രജൻ കുറച്ചെഴുതണം.
ഇനി നമുക്ക് 2 കാർബൺ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് എഴുതാം. CH3 ഇങ്ങനെയാണ് നമ്മൾ 2 കാർബൺ ആയിട്ടുള്ള കോമ്പൗണ്ട് എഴുതുക. തുടങ്ങുന്നതും അവസാനിക്കുന്നതും CH3 ആ ഹൈഡ്രോ കാർബൺ ഉള്ളതാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു COOH കൊണ്ടുവരണം. അതായത് ഇപ്പോൾ ഈ കാർബൺ ആറ്റത്തിലാണ് നമ്മൾ COOH കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3യെ മാറ്റിയിട്ട് അവിടെ 2 ആക്കണം. ക്ലിയർ ആണോ? ഇനി 3 കാർബൺ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് എഴുതാം. CH3 CH2 CH3. ഇവിടെ നമുക്കൊരു COOH കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ചോദിച്ചാൽ ഈ 3യെ 2 ആക്കിയിട്ട് അവിടെ COOHനെ വെക്കണം. ഇവരുടെയൊക്കെ പേര് കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ പൊന്നുമക്കളെ ശ്രദ്ധിക്കണം. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനകത്ത് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനകത്ത് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ആ കാർബൺ ആറ്റത്തെ നമ്മൾ 1 എന്ന് കൗണ്ട് ചെയ്യണം. 1. അതിൻ്റെ തൊട്ടടുത്തുള്ള കാർബൺ ആറ്റത്തെ 2 എന്ന് കൗണ്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് 2 കാർബൺ ആറ്റം ഉണ്ട്. 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് എത്ത്. അതിൻ്റെ കൂടെ സിംഗിൾ ബോണ്ടാണ് ഇവിടെ ഉള്ളത്. AN പ്ലസ് ഓയിക് ആസിഡ്. അപ്പോൾ ചോദിക്കും സാറേ ഇവിടെ ഇയും കൂടെ ഇല്ലേ? ആൻ എന്ന് പറയുമ്പോൾ ANE അല്ലേ? അല്ല. അതായത് ഇവിടെ ഒരു ആളുടെ പേരും കൂടെ കൊടുക്കാനുള്ളത് കൊണ്ട് ആ മാറ്റിയിട്ട് നമ്മൾ ഓയിക് ആസിഡ്. ആൽക്കഹോളിലും അതുപോലെ ആയിരുന്നു. അപ്പോൾ ഈ കോമ്പൗണ്ട് പേര് എന്ത് വരും? എത്തനോയിക് ആസിഡ്. കണ്ടോ? 3 പാർട്ടാണ്. 2 കാർബൺ ആറ്റം എത്ത്, സിംഗിൾ ബോണ്ട് ആൻഡ് ആസിഡ് ഗ്രൂപ്പ് ഓയിക് ആസിഡ്. കോമ്പൗണ്ടിന്റെ പേര് എത്താനോയിക് ആസിഡ്. ഇവിടെ നോക്കൂ, ഇതിലും COOH ഫങ്ഷണൽ ഗ്രൂപ്പായി വന്നിട്ടുണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പിനകത്ത് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതെപ്പോഴും 1 ആയിരിക്കും. തിരിച്ച് അവിടെ നിന്നാണ് നമ്മൾ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. തിരിച്ച് കൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ IUPAC നൽകിയിട്ടില്ല. അപ്പോൾ 1 2 3 4 കാർബൺ ആറ്റം ഉണ്ട്. ബ്യൂട്ട്. ഇവിടെ സിംഗിൾ ബോണ്ടാണ് ആൻ, ബ്യൂട്ടാൻ. ഓയിക് ആസിഡ്, ബ്യൂട്ടാനോയിക് ആസിഡ്. ഇനി നമുക്ക് ഇതുപോലെ 1-2 കോമ്പൗണ്ടുകൾ കൂടി നമുക്കൊന്ന് നോക്കി വരാം. ശ്രദ്ധിക്കണം എല്ലാവരും. CH3 CH2 COOH. ഇവിടെ 5 കാർബൺ ആറ്റം കാണാം. 1 2 3 4 and finally 5. 5 കാർബൺ ആറ്റം ഉണ്ട്. തിരിച്ച് നമ്മൾ നമ്പർ ചെയ്യൂല. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് വ്യക്തമായി കാണണം. തിരിച്ച് നമ്പർ ചെയ്യുന്നതിന് കാരണം അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. ആൽക്കഹോളിലും ഇതേപോലെ തന്നെയാണ്. OH അവസാനം വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കാർബൺ ആറ്റത്തെ നമ്മൾ 1 കൗണ്ട് ചെയ്യും. അറ്റത്ത് വരികയാണെങ്കിൽ OH ഇടയിലും വരാറുണ്ട്. OH ഇടയിൽ വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് എൻഡിൽ നിന്നും റൈറ്റ് എൻഡിൽ നിന്നും കൗണ്ട് ചെയ്ത് OHൻ്റെ ലീസ്റ്റ് എടുക്കും. ഇവിടെ ഇങ്ങനെ മാത്രമേ കൗണ്ട് ചെയ്യാവൂ, നമ്പർ ചെയ്യാവൂ. തിരിച്ച് അങ്ങോട്ട് നമ്പർ ചെയ്യാൻ പാടില്ല. ഈ നമ്പറിങ്ങേ പാടുള്ളൂ. ഇതാണ് കറക്റ്റ്. തിരിച്ച് നമ്പറിങ് പാടില്ല. 5 കാർബൺ ആറ്റം ഉണ്ട്. പെന്റ്. സിംഗിൾ ബോണ്ടാണ് എല്ലായിടത്തും. ആൻ. ഓയിക് ആസിഡ്. കോമ്പൗണ്ടിന്റെ പേര് പെന്റാനോയിക് ആസിഡ്. ഓക്കെ. ഇനി നമുക്ക് വേറൊരു കോമ്പൗണ്ട് എഴുതി നോക്കാം. CH3 CH2 ഓക്കെ. COOH. ഇവിടെ ഒരു CH3 ഞാൻ കൊടുത്തു. ഓക്കെ. ഇതൊരു നമുക്കറിയാലോ ബ്രാഞ്ച് വന്നു. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ COOH ഉള്ളത് കൊണ്ട് അതിലൊരു കാർബൺ ആറ്റം ഉണ്ട്. 1 2 3 4. ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നേരെ പോയാൽ, ഇങ്ങോട്ട് പോയാൽ 5 കാർബൺ ആറ്റം, ഇങ്ങോട്ട് വന്നാൽ നമുക്ക് 5 കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ പോവുക 5. ക്ലിയർ ആണ്. അപ്പോൾ ഈ കോമ്പൗണ്ട് പേര് കൊടുക്കുമ്പോൾ ഇതിൽ നമുക്ക് എവനെ എണ്ണാൻ കഴിഞ്ഞില്ലല്ലോ. അതാണ് ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ പേരല്ലേ ആദ്യം കൊടുക്കേണ്ടത്? അതെ. അപ്പോൾ ഇതിന്റെ പേരെന്താണ്? 4-methyl. അതായത് ഇത് ബ്രാഞ്ചാണ്. മെത്ത് 1 കാർബൺ ആറ്റമേ ഉള്ളൂ. ബ്രാഞ്ച് ആയതുകൊണ്ടാണ് YL കൊടുത്തത്. മെത്ത് 1 കാർബൺ ആറ്റം ആയതുകൊണ്ട് 4 അതിന്റെ പൊസിഷനാണ്. 4-methyl. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 എണ്ണം. പെന്റ് സിംഗിൾ ബോണ്ട് ആൻ ഓയിക് ആസിഡ്. കോമ്പൗണ്ട് പേരെന്താ? 4-methyl pentanoic ആസിഡ്. എന്താ പേര്? 4-methyl pentanoic ആസിഡ്. എൻ്റെ പൊന്നു മക്കളെ ശ്രദ്ധിക്കുക. CH3 CH2 CH COOH CH3 ഇങ്ങനെ എഴുതി.
ഈ കോമ്പൗണ്ടിൽ COOH അവസാനമല്ല വരുന്നത്. എൻ്റെ പൊന്നു മക്കളെ ശ്രദ്ധിക്കണം, COOH എപ്പോഴും അവസാനമേ വരൂ. ചിലപ്പോൾ നിങ്ങൾക്കൊരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി COOHയുടെ ഇവിടെ വല്ലതും കൊടുത്താൽ സാറ് പറയുന്ന ഈ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനകത്ത് കാർബൺ ഉണ്ടെങ്കിൽ ആ കാർബണിനെ ഒന്നായി കൗണ്ട് ചെയ്യണം. 1. നമുക്ക് കൃത്യമായ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. കാരണം നമുക്കിവിടെ ട്യൂഷൻ ഉണ്ട്. 1 2. വലത്തോട്ട് പോകാനൊരു ഓപ്ഷൻ ഉണ്ട്, ഇടത്തോട്ട് പോകാനും ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇടത്തോട്ട് പോയാൽ 3 4 കിട്ടൂ, ഇങ്ങോട്ട് പോയാൽ 3 ഉണ്ട്, 4 കാർബൺ ആറ്റം കിട്ടും. അപ്പൊ ഇതാണ് ചെയിൻ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ചെയിൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് രണ്ടും ബ്രാഞ്ചാണ്. ഇതിനകത്ത് 2 കാർബൺ ആറ്റം ഉണ്ട്. ഇത് ബ്രാഞ്ച് ആയതുകൊണ്ട് ഈതൈൽ ഇവന്റെ പൊസിഷൻ 2ലാണ്. 2 ഈതൈൽ. ഓക്കെ, എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4. ബ്യൂട്ടാൻ ഓയിക് ആസിഡ്. അപ്പൊ കോമ്പൗണ്ടിന്റെ പേര് 2-ethyl butanoic acid. 2-ethyl butanoic acid. ഇനി നമുക്ക് ഒരെണ്ണം കൂടി എഴുതി ഒന്ന് പഠിക്കാം. 1-2 കൂടി നോക്കൂ. CH3 CH2 കൊടുക്കാം, CH2 കൊടുക്കാം, CH. ഓക്കെ, ഇവിടെ ഒരു ക്ലോറിൻ കൊടുക്കാം, CH2 COOH. ഇതിൻ്റെ പേര് ചോദിച്ചാലോ? ഇവിടെ കാർബൺ ആറ്റം ഉണ്ട്, COOH ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്തൊരു കാർബൺ ആറ്റം ഉണ്ട്. 1 2 3 4 5 6. ഇത് ബ്രാഞ്ചാണ്. അപ്പോൾ എന്താ പേര്? 3-chloro. ശ്രദ്ധിക്കണേ, 3-chloro. എത്ര കാർബൺ ആറ്റം ഉള്ള ലോങ് ചെയിനിൽ? 6 ഉണ്ട്. ഹെക്സാൻ ഓയിക് ആസിഡ്. ഇതിനകത്ത് എത്ര പാർട്ടുണ്ട്? ബ്രാഞ്ചിൻ്റെ പൊസിഷൻ, ബ്രാഞ്ചിൻ്റെ പേര്, അതിനു മുമ്പ് ഹൈഫൺ. 1 2 3. അടുത്തത് ലോങ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം? 6. അടുത്തത് ഹെക്സ്, പിന്നെ ഒരു ആൻ വന്നിട്ടുണ്ട്. ആൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സിംഗിൾ ബോണ്ട്, പിന്നെ ഓയിക് ആസിഡ്. 1 2 3 4 5 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ എൻ്റെ പേര് പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ ക്ലാസ് ശ്രദ്ധിക്കണം. ഇത് ഓർഗാനിക് കെമിസ്ട്രി അറിയാവുന്ന ഒരു സാറിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണ്, പാഴാക്കരുത്. നോക്കണം, നമുക്ക് അടുത്തൊരെണ്ണം കൂടി. CH3 CH2 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 COOH. ഇതിൻ്റെ പേര് പറ. 1 2 3 4 5 6 കാർബൺ ആറ്റം ഉണ്ട്. ഇവിടെ 6 കാർബൺ തിരിച്ച് നമ്പർ ചെയ്യോ? ഇല്ല. എന്തുകൊണ്ടാ? ഫങ്ഷൻ ഗ്രൂപ്പിൽ ആരുണ്ട്? കാർബൺ ഉണ്ട്. അതെപ്പോഴും എത്ര ആയിരിക്കണം? 1 ആയിരിക്കണം. 6 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എന്താ പേര്? ഹെക്സ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN. പിന്നെന്താ? ആസിഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഓയിക് ആസിഡ്. അപ്പോൾ കോമ്പൗണ്ട് പേരെന്താ? ഹെക്സാനോയിക് ആസിഡ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെയും 3 പാർട്ടുമായി എല്ലാ ഓർഗാനിക് സംയുക്തങ്ങളുടെയും IUPAC നെയിം എഴുതാൻ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ വരയ്ക്കാനാണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിക് കോമ്പൗണ്ട്? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു കോമ്പൗണ്ടിൻ്റെ പേര് തരും. ഫോർ എക്സാമ്പിൾ ബ്യൂട്ട് 2-ene എന്നൊരു കോമ്പൗണ്ടിൻ്റെ പേര് തന്നു. എന്നിട്ട് നമ്മുടെ അടുത്ത് അത് വരയ്ക്കാൻ പറയും. ബ്യൂട്ട് 2-ene പേര് വരയ്ക്കാൻ പറയും. ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? 4 കാർബൺ ആറ്റം. 4 കാർബൺ ആറ്റം കോമ്പൗണ്ട് പേര് എഴുതാൻ പറഞ്ഞാൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തവരെല്ലാം CH3 തുടങ്ങും, CH2 എക്സ്റ്റെൻഡ് ചെയ്യും, CH2 നിർത്തുന്ന സമയത്ത് വീണ്ടും ഒരു CH3 എടുത്ത് അപ്ലൈ ചെയ്യും. 4 കാർബൺ ആറ്റമായി. 4 കാർബൺ ആറ്റമുള്ള കോമ്പൗണ്ട് പേരെന്താ? ബ്യൂട്ടൈൻ. നമുക്ക് ബ്യൂട്ടൈൻ ആണോ വേണ്ടത്? അല്ല, ബ്യൂട്ട് 2-ene ആണ് വേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന 4 കാർബൺ ആറ്റത്തിൽ എല്ലാത്തിനും നമ്പർ ചെയ്യുക. 1 2 3 4. ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തതിൽ ഈൻ വേണം. രണ്ടാമത്തതിൽ ഈൻ കൊണ്ടുവരണം. എന്താണ് രണ്ടാമത്തതിൽ ഈൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? രണ്ടാമത്തെ കാർബൺ ആറ്റത്തിന് ശേഷം ഡബിൾ ബോണ്ട് വരണം. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിന് ശേഷം ഡബിൾ ബോണ്ട് വേണം. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിന് ശേഷം ഒരു ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കണം. കണ്ടോ? ഡബിൾ ബോണ്ട് ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ ബോണ്ട് ഇടുമ്പോൾ അതിൻ്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഓരോ ഹൈഡ്രജനെ മായ്ക്കണം. അപ്പോഴേ അത് സെറ്റ് ആവുള്ളൂ. ഇവൻ്റെ പേരാണ് ബ്യൂട്ട് 2-ene. ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, പെൻറ്റ് 2-ene വരയ്ക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യും? പറയൂ. 5 കാർബൺ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആദ്യം എഴുതണം. CH3 CH2 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 CH3. 5 കാർബൺ ആറ്റം.
എന്നിട്ട് ഇതിന് ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് നമ്പർ ചെയ്യണം. 1 2 3 4 5 ഒരു എൻഡിൽ നിന്ന് നമ്പർ ചെയ്താൽ മതി, തിരിച്ച് നമ്പർ ചെയ്യണ്ട. ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് നമ്പർ ചെയ്യുക. ഒന്നുകിൽ ഇങ്ങോട്ട് നമ്പർ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങോട്ട് നമ്പർ ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ പൊസിഷൻ എടുത്തിട്ട് അവിടെ ഒരു ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക. ഡബിൾ ബോണ്ടിൻ്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഓരോ ഹൈഡ്രജനെ മാറ്റുക. അപ്പോൾ ഇത് പെൻഡ്-2-ഈൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ്. പെൻഡ്-2-ഈൻ. അടുത്തത് ബ്യൂട്ട്-2-ഐൻ. ഇതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കും. ബ്യൂട്ട് അല്ലേ 4, അപ്പം CH3 CH2 CH2 CH3 4 കാർബൺ ആറ്റം വരച്ചു. നമ്പർ ചെയ്യുക 1 2 3 4. എന്നിട്ട് രണ്ടാമത്തെ പൊസിഷൻ കഴിഞ്ഞിട്ട് 2 വര കൊടുക്കുക. അപ്പം മൊത്തം 3 വരയാവും. അപ്പോൾ ഒരു വര കൊടുത്താൽ നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഓരോ ഹൈഡ്രജനെയാണ് മാറ്റുന്നത്. ഇവിടെ 2 വര കൊടുത്തതുകൊണ്ട് 2 ഹൈഡ്രജനെ അവിടെ നിന്ന് മാറ്റുക. ഓക്കെ, 2 ഹൈഡ്രജനെ മാച്ചാൽ ഇവിടെ ഒരു കാർബണും ഓക്കെ ഇങ്ങനെയാവും. ഇവൻ്റെ പേരാണ് ബ്യൂട്ട്-2-ഐൻ. ബ്യൂട്ട്-2-ഐൻ. ശ്രദ്ധിക്കണം, ബ്യൂട്ട്-2-ഐൻ്റെ സ്ട്രക്ചറാണ്. തീർന്നില്ല, നമുക്ക് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2,2 ഡൈമീഥൈൽ ഓക്കെ പെൻറ്റേൻ. ഇതിൻ്റെ പടം വരയ്ക്കാൻ പറയുന്നു, ഇതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറയുന്നു. നിങ്ങൾ എങ്ങനെ വരയ്ക്കും? ആദ്യം നമ്മൾ പെൻറ്റേൻ എഴുതുക. പെൻറ്റേൻ CH3, പെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 CH2 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 CH3. കണ്ടോ, പെൻറ്റ് 5 കാർബൺ ആറ്റം എഴുതി. അത് പെൻറ്റേനായി, ഇതായി. ഇനി നമ്പർ ചെയ്യുക 1 2 3 4 5. തിരിച്ചു വേണമെങ്കിൽ നമ്പർ ചെയ്യാം, ഒരു സൈഡിലോട്ട് മാത്രമേ നമ്പർ ചെയ്യാവൂ. എപ്പോഴും പേര് തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പറയുമ്പോൾ 2 സ്ഥലത്തോട്ട് നമ്പർ ചെയ്യരുത്, അത് നിയമമാണ്. എങ്കിൽ നമുക്ക് ഉത്തരം തെറ്റായിരിക്കും, തെറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2ലാണ് ഈ ഡൈമീഥൈൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 മീഥൈൽ. മീഥൈൽ ഗ്രൂപ്പ് ഏതാ? CH3. ഇത് 2 പൊസിഷനിൽ കൊണ്ടുവയ്ക്കണം. 2ഉം 2ലാണ് വെക്കേണ്ടത്. 2 മീഥൈലുണ്ട്, അതാണ് ഡൈമീഥൈൽ. അത് 2ഉം വെക്കേണ്ടത് 2ലാണ്. അപ്പോൾ ഇവിടെ ഒരു വര വരയ്ക്കുക, എന്നിട്ട് അവിടെ ഒരു CH3 എഴുതുക. ഈ മുകളിലോട്ട് ഒരു വര വരയ്ക്കുക, അവിടെ CH3 എഴുതുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് 2 ഹൈഡ്രജനെ മാറ്റുക. ഒരു CH3 എഴുതുമ്പോൾ ഒരു ഹൈഡ്രജനെയും 2 CH3 എഴുതുമ്പോൾ 2 ഹൈഡ്രജനെയും മാച്ചില്ലെങ്കിൽ ചുറ്റുമുള്ള വരകളുടെ എണ്ണം കൂടും. ഈ കാർബണിന് 4 കൈകളാണുള്ളത്. അതിൽ 1 2 3 4. അപ്പോൾ കറക്റ്റാവും. അപ്പോൾ ഈ കോമ്പൗണ്ട് പേരാണ് 2,2 ഡൈമീഥൈൽ പെൻറ്റേൻ. 1 2 കൂടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രിക്ക് മനസ്സിലാവും. നമുക്ക് അടുത്തൊരു കോമ്പൗണ്ടിലേക്ക് വിടാം. 2,3 ഡൈമീഥൈൽ ഓക്കെ ഹെപ്റ്റേൻ. ഹെപ്റ്റേൻ 2,3 ഡൈമീഥൈൽ ഹെപ്റ്റേൻ. അപ്പോൾ ആദ്യം ഹെപ്റ്റേൻ വരയ്ക്കുക. ഹെപ്റ്റേൻ എന്ന് പറഞ്ഞാൽ 7 കാർബൺ ആറ്റമാണ്. CH3 CH2 2 3 4 5 6 7 കാർബൺ ആറ്റം. എന്നിട്ട് നമ്പർ ചെയ്യുക 1 2 3 4 5 6 7 7 നമ്പർ ചെയ്യുക. 2ലും 3ലും ഇതാ രണ്ടാമത്തേലും മൂന്നാമത്തതിലും ഓരോ CH3 എഴുതുക. മീഥൈൽ എന്ന് പറഞ്ഞാൽ CH3 എന്നാണ്. 2 എണ്ണം ഉണ്ട്, അതിൻ്റെ പൊസിഷനാണ് 2ലും 3ലും. ഇതാ എഴുതി കണ്ടോ. ഇനി ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റുക, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ഏത് കോമ്പൗണ്ടിൻ്റെ പേര് വേണമെങ്കിലും എഴുതാൻ പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഒരു കോമ്പൗണ്ട് എഴുതാം. നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. അതായത് നമുക്ക് എഴുതേണ്ടത് 2 മീഥൈൽ പെൻറ്റാനോൾ എഴുതണം. അപ്പോൾ ഈ കോമ്പൗണ്ട് പേര് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം പെൻറ്റ് എടുക്കണം. പെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 CH3 CH2 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 CH3. അപ്പോൾ നമ്മൾ ആദ്യം 5 കാർബൺ ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് എഴുതണം. എന്നിട്ട് ഇനി ഓൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ടോ. ഓൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? OH വരണം. ഈ OH എവിടെയാണ് നമ്മൾ സാധാരണ കൊണ്ട് വെക്കേണ്ടത്? OH എപ്പോഴും അവസാനം വെക്കാവൂ. ഇവിടെ OH വെക്കണം. OH വയ്ക്കുമ്പോൾ ഈ 3യെ വെട്ടിയിട്ട് എത്രയാക്കണം? 2 ആക്കണം. 3യെ വെട്ടിയിട്ട് നമ്മളിവിടെ എന്താക്കണം? 2 ആക്കണം. അപ്പോൾ 3യെ വെട്ടി നമ്മളിവിടെ 2 ആക്കി. കണ്ടോ? അപ്പോൾ ഈ കോമ്പൗണ്ട് പേര് പെൻറ്റനോൾ എന്നായി. പെൻറ്റനോൾ എന്നായി. ഇത് ഈ OHൻ്റെ തൊട്ടടുത്ത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. ഇങ്ങനെയാണ് നമ്പർ ചെയ്യേണ്ടത്. അപ്പം ഇനി നമുക്ക് 2ൽ മീഥൈൽ കൊടുക്കണം. 2ൽ ഇവിടെ മീഥൈൽ കൊടുക്കണം.
ഇവിടെ മീഥൈൽ കൊടുക്കണമെങ്കിൽ ദാ ഇവിടെ ഒരു CH3 കൊടുക്കുക. CH3 കൊടുത്തു. ഇനി ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനെ വെട്ടണം. ഹൈഡ്രജനെ വെട്ടി. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേര് 2-മീഥൈൽ പെൻറ്റനോൾ എന്നായി. പെൻറ്റനോൾ. ഓക്കെ, 2-മീഥൈൽ പെൻറ്റനോൾ. ക്ലിയർ ആണ്? ഓക്കെ ആണ്? മനസ്സിലായി? 2-മീഥൈൽ പെൻറ്റനോൾ. അടിപൊളിയായിട്ട് മനസ്സിലായോ? സെറ്റാണോ? ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ വേറൊരു ആൽക്കഹോളിൻ്റെ പേര് നമുക്ക് കൊടുത്തു നോക്കാം. പേടിക്കേണ്ട, നമുക്ക് ചെയ്യാം. എത്ര വേണമെങ്കിലും ചെയ്യാം. CH3 സീരീസ് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇതിനകത്ത് മാർക്ക് പോകത്തില്ല. നമുക്ക് ഇതിന് ആദ്യം ഒരു കോമ്പൗണ്ടിൻ്റെ പേര് കൊടുക്കാം. എന്ത് കൊടുക്കാം? 2-ക്ലോറോ. വേണ്ട, അതും വേണ്ട, നമുക്കതെല്ലാം മാറ്റാം. കുറച്ചുകൂടെ കടുപ്പത്തിലെടുക്കാം. 2,3 ഡൈക്ലോറോ പെൻറ്റനോൾ. ഓക്കെ, ഇങ്ങനെയാണ് കോമ്പൗണ്ടിൻ്റെ പേര്. പെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആറ്റമാണ്? 5. 5 എങ്ങനെ എഴുതേണ്ടത്? CH3 CH2 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 CH3 5 കാർബൺ ആറ്റം. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേര് ഇപ്പോൾ പെൻറ്റേൻ എന്നാണ്. പെൻറ്റേൻ. ഓളുണ്ട്, ആൽക്കഹോളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു OH കൊടുക്കുക. എന്നിട്ട് ഈ 3യെ മാറ്റിയിട്ട് അവിടെ 2 കൊണ്ടുവരിക. ഈ 3യെ വെട്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഒരു 2 കൊണ്ടുവരണം. 2. ഓക്കെ, ഇവിടെ 2 ആക്കുക. എന്നിട്ട് OHൻ്റെ അടുത്തുനിന്ന് നമ്പർ ചെയ്യുക. 1 2 3 4 5. അപ്പോൾ ഇത് പെൻറ്റനോൾ എന്നായി. പെൻറ്റനോൾ ഈ പാർട്ടായി. ഇനി 2ലും 3ലും, രണ്ടാമത്തതിലും മൂന്നാമത്തതിലും ക്ലോറിൻ കൊണ്ടുവരിക. ക്ലോറിൻ ഇവിടെയും കൊണ്ടുവരണം, ഇവിടെയും കൊണ്ടുവരണം. ഈ ക്ലോറിൻ എവിടെ കൊണ്ടുവന്നോ അവിടെ നമ്മൾ ഈ ഹൈഡ്രജൻ 1 കുറയ്ക്കുക. 2 എന്നുള്ളത് 1 ആക്കുക. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേര് നമ്മൾ ഈ പറഞ്ഞതുപോലെ 2,3 ഡൈക്ലോറോ പെൻറ്റനോൾ എന്നായിക്കഴിഞ്ഞു. ഇനി നമുക്ക് 2,2 ഡൈമീഥൈൽ പെൻറ്റേൻ എന്നാക്കാം. പെൻറ്റേൻ എത്ര കാർബൺ ആറ്റമാണ്? 5. കണ്ടോ? CH3 CH2 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 CH3 5 കാർബൺ ആറ്റം. ഇതാണ് പെൻറ്റേൻ. ഇതിൽ നമ്പർ ചെയ്യുക. 1 2 3 4 5. ഇതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല. പെൻറ്റേനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല. പെൻറ്റനോൾ എന്നാണെങ്കിൽ ആൽക്കഹോൾ വരുമായിരുന്നു അല്ലേ? ഇവിടെ പെൻറ്റനോയിക് ആസിഡ് എന്നായിരുന്നെങ്കിൽ കാർബോക്സിലിക് ആസിഡ് വരുമായിരുന്നു. കണ്ടോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് 2ലും CH3 കൊണ്ടുവരിക. അപ്പോൾ ഇവിടുത്തെ 2 ഹൈഡ്രജനെ മായ്ക്കുക. അതാണ് 2,2 ഡൈമീഥൈൽ പെൻറ്റേൻ. ക്ലിയർ ആണ്? ഇതുവരെയുള്ള എല്ലാ കോമ്പൗണ്ടുകളും കൃത്യമായും വ്യക്തമായും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു 2-3 കോമ്പൗണ്ടുകൾ എഴുതിയിട്ട് ഐസോമെറിസം പഠിക്കാം. അപ്പോൾ നമുക്ക് 2,3 ട്രൈമീഥൈൽ ഹെക്സനോൾ. ഇതെങ്ങനെയാണ്? ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കണമെന്ന് നോക്കാം. ഹെക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 എണ്ണമാണ് അല്ലേ? അപ്പോൾ 6 കാർബണായിട്ട് എഴുതാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. CH3 CH2 CH2 3 ആയി, 4 4 5 6. അപ്പോൾ ഇപ്പോൾ നമുക്ക് 6 കാർബണാറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ അവസാനം ഒരു OH കൊണ്ടുവരണം എന്നതാണ് ഓൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളാണ്. OH എപ്പോഴും അവസാനം വരുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ആ OH ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ 3 മാറ്റിയിട്ട് അവിടെ നമ്മൾ 2 കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇനി OHൻ്റെ തൊട്ടടുത്തുള്ളത് ഒന്നാമത്തെ കാർബൺ 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. ഇപ്പോൾ ഇവൻ്റെ പേര് ഹെക്സനോൾ എന്നായി. ഹെക്സനോൾ. ഇവൻ്റെ രണ്ടാമത്തെ പൊസിഷനിലും അതേപോലെ രണ്ടാമത്തെ പൊസിഷനിലും 2 ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? 2 ഉണ്ട്. അപ്പോൾ അവിടെ 2 മീഥൈൽ കൊണ്ടുവരണം. മീഥൈൽ. പിന്നെ മൂന്നാമത്തെ പൊസിഷനിലും മീഥൈൽ വരണം. CH3. അപ്പോൾ 3 മീഥൈലുകളാണ് വരേണ്ടത്. 2 രണ്ടാമത്തെ കാർബണിലും 1 മൂന്നാമത്തെ കാർബണിലും. അപ്പോൾ എവിടെയെല്ലാം നമ്മൾ മീഥൈൽ കൊണ്ടുവന്നോ അവിടെ നിന്നെല്ലാം ഒരു ഹൈഡ്രജനെ മായ്ക്കണം. ഇവിടെ 2 മീഥൈൽ കൊണ്ടുവന്നു, 2 ഹൈഡ്രജനെ മായ്ക്കണം. ഇവിടെ 1 മീഥൈൽ കൊണ്ടുവന്നു, 1 ഹൈഡ്രജനെ മായ്ക്കണം. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ സൂപ്പറായി. ഇതാണ് ഈ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് പെൻറ്റാൻ. ശ്രദ്ധിക്കൂ, നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത് പെൻറ്റാൻ 2 ഓൾ. ഇവൻ്റെ പടം വരയ്ക്കാൻ പറയുന്നു. പെൻറ്റ് എത്രയാണ്? 5 ആണ്. അപ്പോൾ 5 CH3 CH2 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 4 CH3 5 ഒരു എൻഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ നമ്പർ ചെയ്യാം.
5. ഓൾ എന്ന് പറഞ്ഞാൽ എന്താ? ആൽക്കഹോൾ. അതെവിടെ വേണ്ടത്? രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് വേണ്ടത്. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് വേണ്ടതെങ്കിൽ രണ്ടിൻ്റെ അവിടെ ഒരു വര വരയ്ക്കുക. ഓൾ എന്ന് പറഞ്ഞാൽ OH ആണ്. OH കൊടുക്കുക, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റുക. ഇവൻ്റെ പേരാണ് പെൻറ്റാൻ 2-ol. പെൻറ്റാൻ 2-ol. ക്ലിയർ ആണേ? അപ്പോൾ നമ്മൾ ഇത്രയും കോമ്പൗണ്ടുകൾ നോക്കി. എനിക്ക് തോന്നുന്നില്ല വേറൊരു യൂട്യൂബ് ചാനൽ ഇത്രത്തോളം ക്വസ്റ്റ്യൻ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും എന്ന്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഐസോമെറിസം. ഈ സ്ലൈഡിൽ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ചെയിൻ ഐസോമെറിസം എഴുതുന്നത്. ഐസോമെറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഒരു എക്സാമ്പിൾ, നമുക്ക് ഒരു ഹൈഡ്രോ കാർബൺ, ഒരു 4 കാർബൺ ആറ്റമുള്ളൊരു ഹൈഡ്രോ കാർബൺ ഞാനൊന്ന് എഴുതുകയാണേ. ഇത് ഒരു 4 കാർബൺ ആറ്റമുള്ള ഒരു ഹൈഡ്രോ കാർബൺ ആണ്. ഇനി ഒരു 3 കാർബൺ ആറ്റമുള്ള ഒരു ഹൈഡ്രോ കാർബണിനെ ഞാൻ എഴുതുന്നു. CH3 CH2 CH3. ഇതിൽ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് അവിടെ ഞാൻ മീഥൈൽ എന്ന് പറയുന്നൊരു റാഡിക്കലിനെ വെക്കുന്നു. അപ്പം ഈ 2 കോമ്പൗണ്ടുകളും, ഇത് രണ്ട് വ്യത്യസ്തമായ കോമ്പൗണ്ടുകളാണ്. ഈ 2 കോമ്പൗണ്ടുകളും നമ്മൾ എഴുതി പഠിച്ചതൊക്കെയാണ്. ഇതെങ്ങനെ എഴുതി എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ 4 കാർബൺ ആറ്റം ഉണ്ട്, ഇവിടെ 3 കാർബൺ ആറ്റവും ഒരു ബ്രാഞ്ചും ഉണ്ട്. ഇതിൽ എത്ര കാർബൺ ഉണ്ട് ടോട്ടലി? ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 4 എണ്ണം, C4. എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇതിനകത്ത്? 10 എണ്ണം. 10 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ 10 എണ്ണം ഉണ്ട് ഈ കോമ്പൗണ്ടിൽ. ഇനി താഴത്തെ കോമ്പൗണ്ട് നോക്കൂ, അവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? അവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട് നോക്കിയാൽ 1 2 3 4 കാർബൺ ആറ്റം ഉണ്ട്. ഹൈഡ്രജൻ എത്രയുണ്ട്? 3 6 9 1 10 ഉണ്ട്. അപ്പോൾ ഈ 2 കോമ്പൗണ്ടുകളും ഒന്നാമത്തെയും രണ്ടാമത്തെയും കോമ്പൗണ്ടുകളെ പരിശോധിച്ചാൽ അവയുടെ മോളിക്കുലാർ ഫോർമുല ഒരുപോലെ. രണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. പക്ഷെ രണ്ടിൻ്റെയും സ്ട്രക്ചർ ഒരുപോലെയാണോ? അല്ല. 2 കോമ്പൗണ്ടുകളുടെ മോളിക്കുലാർ ഫോർമുല ഒരുപോലെ വന്നു, പക്ഷെ സ്ട്രക്ചർ ഒരുപോലെ അല്ല. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോമർ. ഐസോമർ എന്ന് പറയും. അപ്പോൾ ഐസോമർ എന്ന് പറഞ്ഞാൽ എന്താ? 2 കോമ്പൗണ്ടുകളുടെ മോളിക്കുലാർ ഫോർമുല ഒരുപോലെ വരികയും സ്ട്രക്ചർ ഡിഫറൻ്റ് ആവുകയും ചെയ്താൽ അവരെ ഐസോമർ എന്ന് പറയും. നമുക്ക് 10ാം ക്ലാസ്സിൽ 3 ഐസോമറുകളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഒന്ന് ചെയിൻ ഐസോമർ, ചെയിൻ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നമ്പർ ചെയ്യുന്ന സമയത്ത്, ഈ ആദ്യത്തെ കോമ്പൗണ്ടിനെ നമ്പർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയിനിൽ 4 കാർബൺ ആറ്റം എണ്ണാൻ പറ്റും. 1 2 3 4 4 കാർബൺ ആറ്റം എണ്ണാൻ പറ്റും. ഇവിടെ ചെയിനിൽ 1 2 3 3 കാർബൺ ആറ്റമേ എണ്ണാൻ പറ്റൂ. ചെയിനിലെ കാർബൺ ആറ്റത്തിലെ ഡിഫറൻസ് കൊണ്ട് ഐസോമർ ആയവരെ വിളിക്കുന്ന പേരാണ് ചെയിൻ ഐസോമർ. അപ്പോൾ ഇത് രണ്ടും ചെയിൻ ഐസോമർ ആണ്. ചെയിൻ ഐസോമർ എന്ന് പറഞ്ഞാൽ ചെയിനിലുള്ള കാർബൺ ആറ്റത്തിൽ വ്യത്യാസമുണ്ടാകും, പക്ഷേ ഐസോമറുകളായിരിക്കും. അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം കാണും. അവരെ നമ്മൾ ചെയിൻ ഐസോമർ എന്ന് വിളിക്കും. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. നമുക്കൊരു 5 കാർബൺ ആറ്റം എഴുതാം. CH3 CH2 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 CH3. ഇതൊരു 5 കാർബൺ ആറ്റമുള്ള കോമ്പൗണ്ടാണ്. ഈ 5 കാർബൺ ആറ്റമുള്ള കോമ്പൗണ്ടിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 5, ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 3 5 7 9 9 12. കണ്ടോ? ഇതാണ് ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല. ഇനി നമുക്കൊരു 4 കാർബൺ ആറ്റമുള്ള കോമ്പൗണ്ട് എഴുതാം. 4 എണ്ണം. CH3 CH2 CH2 CH3. ഇതിൽ ഇവിടെ ഒരു ബ്രാഞ്ച് കൊണ്ടുവരാം. CH3 ബ്രാഞ്ച് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജനെ കുറയ്ക്കണം. ഇനി നിങ്ങൾ ഇതിനകത്ത് എണ്ണി നോക്കിയേ, മൊത്തത്തിൽ 5 കാർബൺ ആറ്റം ഉണ്ട്, ഹൈഡ്രജൻ 12. അപ്പോൾ ഇവർ രണ്ടുപേരും ഐസോമർ ആണ്. എടാ, മോളിക്കുലാർ ഫോർമുല സെയിം ആവുകയും സ്ട്രക്ചർ ഡിഫറൻ്റ് ആവുകയും ചെയ്താൽ അവരെ നമ്മൾ ഐസോമർ എന്ന് തന്നെ പറയും. ഇവിടെ ചെയിനിനകത്ത് 5 കാർബൺ ആറ്റം കാണാം. 1 2 3 4 5. ഇവിടെ നോക്ക് 1 2 3 4 4 എണ്ണേ ഉള്ളൂ. ഇവിടെ ചെയിനിൽ 5 കാർബൺ ആറ്റം ഉണ്ട്, ഇവിടെ ചെയിനിൽ 4 കാർബൺ ആറ്റം ഉണ്ട്. ചെയിനിലെ കാർബൺ ആറ്റത്തിൽ വ്യത്യാസം വന്നാൽ അതാണ് ചെയിൻ ഐസോമെറിസം. ചെയിനിലെ കാർബൺ ആറ്റത്തിൽ വ്യത്യാസം വന്നാൽ ചെയിൻ ഐസോമെറിസം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ടിനെ പരിചയപ്പെടുത്തുകയാണ്. ഒരു ആൽക്കഹോൾ ഞാൻ എഴുതുകയാണ്. CH3 CH2 CH2 OH. ഇവിടെ OH അറ്റത്ത് വന്നാൽ ഒന്നാമത്തെ കാർബൺ ആറ്റം ഇത് 2 3. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? പ്രൊപ്പനോൾ. പ്രൊപ്പനോൾ. ഓക്കെ. ഇനി ഈ OH നമ്മൾ ഇത് ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. അപ്പം 3 കാർബൺ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് എഴുതുക. CH3 CH2 CH3. 3 കാർബൺ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് എഴുതിയിട്ട് 1 2 3 എന്ന് നമ്പർ ചെയ്യുക. ഇവിടെ നമ്മളൊരു OH എഴുതുക. ഇവിടെ OH എഴുതുമ്പോൾ ഇവിടെ നിന്നൊരു ഹൈഡ്രജനെ മാറ്റുക. ഇനി നിങ്ങൾ ഇത് രണ്ടും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ.
നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇതിൽ രണ്ടിലും കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 3 ആണ്. ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 3, 5, 7, 1, 8 ആണ്. ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം 1 ആണ്. അപ്പോൾ രണ്ടുപേരും ഇവിടെ അങ്ങനെ തന്നെയാണ്. 1, 2, 3 കാർബൺ ആറ്റം, 3, 4, 7, 8 ഹൈഡ്രജൻ ആറ്റം, ഒരു ഓക്സിജൻ ആറ്റം. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ മോളിക്കുലാർ ഫോർമുല ഉണ്ട്. അതുകൊണ്ട് ഇവരുടെ സ്ട്രക്ചറുകൾ നോക്കുകയാണെങ്കിൽ, ഇവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ, ഇവിടെ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് OH ഉള്ളത്, ഇവിടെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് OH ഉള്ളത്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറി. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനാണ് മാറിയിരിക്കുന്നത്. പൊസിഷൻ മാറിയാൽ അതിനെ നമ്മൾ പൊസിഷൻ ഐസോമെറിസം എന്ന് പറയും. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവുകയും രണ്ട് കോമ്പൗണ്ടിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവണം, ഐസോമർ ആയിരിക്കണം. ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പൊസിഷൻ മാറിയാൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പറയും? പൊസിഷണൽ ഐസോമെറിസം എന്ന് പറയും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദാ ഇവിടെ CH3, CH2, CH2, CH2Cl. ഇവിടെ ക്ലോറിനാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഹാലോജനാണ് ക്ലോറിൻ. 17ാമത്തെ ഗ്രൂപ്പിലെ എലമെൻ്റ് ആണ്. അത് വന്നാൽ അതിനെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് അംഗീകരിക്കും. ഇവിടെ 1ാമത്തെ കാർബൺ, 2ാമത്തെ കാർബൺ, 3ാമത്തെ കാർബൺ, 4ാമത്തെ കാർബൺ. ഈ ക്ലോറിനെ നമുക്ക് മാറ്റി ഇങ്ങോട്ടേക്ക് വെക്കാം. അപ്പോൾ CH3, CH, ഇവിടെ ഒരു Cl, CH2, CH3. കണ്ടോ ഈ ക്ലോർ? ഇവിടെ 1ാമത്തെ കാർബൺ, 2, 3, 4. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്ന 1ാമത്തെ കാർബൺ ആറ്റത്തിലാണ്, ഇവിടെ വന്നിരിക്കുന്ന 2ാമത്തെ കാർബൺ ആറ്റത്തിലാണ്. രണ്ടിലും കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 4, ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 5, 7, 9, ക്ലോറിൻ ആറ്റങ്ങളുടെ എണ്ണം 1. ഇവിടെ നോക്കിയാൽ 1, 2, 3, 4 കാർബൺ കാണാം. ഹൈഡ്രജൻ 3, 1, 4, 4, 4, 4, 2, 6, 6, 3, 9 കാണാം. ഇതിന് രണ്ടിൻ്റെ പ്രത്യേകത ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ നോക്കിയാൽ മതി. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറി. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറിയാൽ അതാണ് പൊസിഷണൽ ഐസോമെറിസം. പൊസിഷൻ മാറുന്നത്, ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറുന്നതാണ് പൊസിഷണൽ ഐസോമെറിസം. ഇനി നമുക്ക് അവസാനമായി പഠിക്കാനുള്ള ഒരു ഐസോമെറിസമാണ് ഫങ്ഷണൽ ഐസോമെറിസം. ഞാനൊരു ഈതറിനെ എഴുതുകയാണ്. ഈതർ CH3OCH3. നമ്മൾ പഠിച്ചിട്ടുണ്ട് O ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന കോമ്പൗണ്ടുകളെയാണ് ഈതറുകൾ എന്ന് പറയുക. ഈതർ. ഇനി ഞാൻ 2 കാർബൺ ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ എഴുതുകയാണ്. CH3CH2OH. ഇതൊരു ആൽക്കഹോളാണ്. ഇവനെ ആൽക്കഹോൾ എന്ന് വിളിക്കാൻ കാരണം ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. ഇവനെ ഈതർ എന്ന് വിളിക്കാൻ കാരണം ഇത് O ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് മാറി. ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഈ 2 കോമ്പൗണ്ടിലും കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 2 ആണ്. ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 6 ആണ്. ഓക്സിജൻ ആറ്റത്തിൻ്റെ എണ്ണം 1 ആണ്. ഈ 2 കോമ്പൗണ്ടിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഐസോമെറിസം. 2 കോമ്പൗണ്ടിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആയി. അപ്പോൾ വേറൊരു ഈതർ എഴുതാം. CH3O CH2CH3. കണ്ടോ? ഇനി 3 കാർബൺ ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ എഴുതാം. CH3 CH2 CH2OH. ഇതിൽ രണ്ടിലും നിങ്ങൾ എണ്ണി നോക്കിയാൽ ഇതിൽ രണ്ടിലും കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 3, കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 3, ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 5, 8, 3, 8, ഒരു ഓക്സിജൻ. ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൽ നോക്കിയാലും അതേപോലെ തന്നെ കാണാൻ പറ്റും. 3, 5, 7, 8 ഓക്കെ രണ്ടിലും. ഇതൊരു ഈതറാണ്, ഇതൊരു ആൽക്കഹോളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു ഇവർ രണ്ടുപേരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷേ അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആയാൽ ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറയും. ഇപ്പം നമ്മൾ എന്താണ് പഠിച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? ശ്രദ്ധിക്കുക. ഇതുവരെ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ, എന്താണ് ഐസോമെറിസം? 2 കോമ്പൗണ്ടുകളുടെ മോളിക്കുലാർ ഫോർമുല ഒരുപോലെ ആവുകയും എന്നാൽ സ്ട്രക്ചർ ഡിഫറൻ്റ് ആവുകയും ചെയ്താൽ അതാണ് ഐസോമർ. ആ പ്രോസസ്സിനെയാണ് ഐസോമെറിസം എന്ന് പറയുക. 3 ടൈപ്പ് ഓഫ് ഐസോമെറിസം പഠിച്ചു. ചെയിൻ ഐസോമെറിസം, ചെയിനിലെ കാർബൺ ആറ്റങ്ങളിൽ വ്യത്യാസമുള്ള ഐസോമെറിസമാണ് ചെയിൻ ഐസോമെറിസം. പൊസിഷൻ ഐസോമെറിസം, ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പൊസിഷനിൽ വ്യത്യാസം വന്നാൽ പൊസിഷണൽ ഐസോമെറിസം. എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ മാറിയാൽ അതാണ് ഫങ്ഷണൽ ഐസോമെറിസം. അടുത്ത ദിവസം നമ്മൾ പുതിയ ചാപ്റ്ററുമായി വീണ്ടും കാണും. പൂർണ്ണതയോടുകൂടി കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുക.
ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച എവിടെ വന്നു എന്നൊന്നും നമുക്ക് നോക്കാൻ പോകേണ്ട കാര്യമില്ല. നമുക്ക് നല്ല ബേസോടുകൂടി നമ്മളൊരു മുൻകൂട്ടി ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ അറിഞ്ഞിട്ട് പോയി പരീക്ഷ എഴുതിയിട്ട് ആരെ തോൽപ്പിക്കാനാണ്? നമുക്ക് ആരെ തോൽപ്പിക്കാനില്ല. നമുക്ക് അതിൻ്റെ അടിസ്ഥാനം അറിയണം. കാരണം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്, ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. താൽക്കാലിക വിജയങ്ങളല്ല നമുക്ക് വേണ്ടത്. നമുക്ക് സുസ്ഥിരമായ ഒരു ജോലി ഉണ്ടാവണം. നമുക്ക് സുസ്ഥിരമായ ഒരു പഠന ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ അറിഞ്ഞ് ഇതുപോലെ പഠിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.